ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. പെന്തിക്കോസ്തി പെരുന്നാളിന് ശേഷം മൂന്നാമത്തെ ഞായറാഴ്ചയിലേക്ക്, അതിൻ്റെ ദിവ്യമായ ആരാധനയിലേക്കും കൂട്ടായ്മയിലേക്കും ദൈവം നമ്മെ വിളിച്ചു ചേർത്തതിന് ദൈവത്തോട് നന്ദി പറയാം. പരിശുദ്ധ സഭ ഈ ദിവസങ്ങളിൽ ധ്യാനത്തിനും പഠനത്തിനുമായി നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 35 മുതൽ 44 വരെയുള്ളതായ വേദഭാഗങ്ങളാണ്. 6-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും, തിബിരിയോസ് കടൽ തീരത്ത് തന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന ജനസമൂഹത്തിന് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ജീവിതാനുഭവം. ആ വലിയ അത്ഭുതത്തിന് ശേഷം യേശുക്രിസ്തു മലയിലേക്ക് തനിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നു. ശിഷ്യന്മാർ പടക് കയറി കഫർന്നഹൂമിലേക്ക് പോകുന്നു. രാത്രിയുടെ യാമത്തിൽ യേശുക്രിസ്തു കടലിലൂടെ നടന്ന് അവരോടൊപ്പം പടകിൽ സഞ്ചരിക്കുന്നു. അങ്ങനെ കഫർന്നഹൂമിലായിരിക്കുന്ന ആ സാഹചര്യത്തിൽ തലേ ദിവസം അപ്പം ഭക്ഷിച്ച് തൃപ്തരായ ജനക്കൂട്ടം പിറ്റേ ദിവസവും തിബിരിയോസ് കടൽ തീരത്ത് കടന്നു വരികയാണ്. യേശുവിനെ അന്വേഷിക്കുകയാണ്, ശിഷ്യന്മാരെ തിരക്കുകയാണ്. പക്ഷേ അവരെല്ലാം കഫർന്നഹൂമിലേക്ക് പോയെന്ന് കണ്ടപ്പോൾ കടന്നു വന്ന സമൂഹം ചെറുപടകുകളിലൊക്കെയായി അക്കരയ്ക്ക് കഫർന്നഹൂമിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് യേശുവിനോട് ചോദിക്കുകയാണ്, നീ എപ്പോഴാണ് ഇവിടെ വന്നത്? വലിയ വിശേഷങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ യേശുക്രിസ്തു അവരോട് പറയുന്നത്, നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് അത്ഭുതങ്ങൾ കണ്ടതുകൊണ്ടല്ല, ഞാൻ ചെയ്ത അത്ഭുതങ്ങൾ നിങ്ങൾ കണ്ടതുകൊണ്ടല്ല, പിന്നെയോ ഇന്നലെ നിങ്ങൾ അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ്. വീണ്ടും നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടി എൻ്റെ പിറകെ നടക്കുകയാണ്. യേശുക്രിസ്തു അവരോട് പറയുകയാണ്, നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടിയല്ല, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും എന്ന് പറയുകയാണ്. അപ്പോൾ ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഈ ആഹാരമല്ല, ഞങ്ങൾ ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങൾ ചെയ്യാം എന്ന് ജനസമൂഹം പറയുമ്പോൾ, യേശുക്രിസ്തുവിനോട് പറയുമ്പോൾ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? അപ്പോൾ യേശുക്രിസ്തു അവരോട് പറയുന്നതായ ഒരു വേദഭാഗം ദൈവം അയച്ചവനിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിന്നെ ദൈവം അയച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് എന്തടയാളമാണ് നീ പ്രവർത്തിക്കുന്നത്? അപ്പോൾ യേശുക്രിസ്തു ഒരു പഴയ നിയമ ഭാഗം അവർ വെളിപ്പെടുത്തുകയാണ്. മോശയും ഇസ്രായേൽ ജനവും മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ മരുഭൂമിയിൽ ഭക്ഷണമില്ലാത്ത ഇസ്രായേൽ ജനത്തിന് മന്ന വർഷിച്ചു കൊടുത്തത് മോശയല്ലെന്നും അത് സ്വർഗത്തിലെ ദൈവമാണ് കൊടുത്തതെന്നും നിങ്ങൾ തിരിച്ചറിയണമെന്നും, അതുപോലെ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു, ഈ അപ്പം ഭക്ഷിക്കുന്നവൻ ഒരു നാളും നശിക്കുകയില്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടപ്രകാരം അവസാന നാളിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. എത്രയോ ശ്രേഷ്ഠമായ ജീവിത സാക്ഷാത്കാരത്തിൻ്റെ അതേ അർത്ഥമാണ് അവിടെ നമുക്ക് തരുന്നത്. നിത്യജീവനിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും എന്ന് മാത്രമല്ല, എൻ്റെ അടുക്കൽ വരാൻ നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടണമെന്നുള്ളതായ ആ വലിയ സത്യം കൂടെ യേശുക്രിസ്തുവോട് പഠിപ്പിക്കുകയാണ്. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനുമാണെന്ന് യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്. ശിഷ്യന്മാർക്ക് കഠിനമായി തോന്നിയതായ വാക്കുകൾ വളരെ ലഘുവായി അവരെ പഠിപ്പിക്കുന്നതിന് മുമ്പേ
എത്രയോ അത്ഭുതങ്ങൾ യേശു ക്രിസ്തു അവർക്ക് കാണിച്ചു കൊടുത്തു. എത്രയോ അടയാളങ്ങൾ അവർക്ക് കാണിച്ചു കൊടുത്തു. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവൻ്റെ അപ്പമാകുന്നു, ഇത് ഭക്ഷിക്കണം, എൻ്റെ രക്തം കുടിക്കണം എന്നൊക്കെ പറഞ്ഞ് അത് തൻ്റെ തിരുശരീരം അവർക്ക് പങ്കുവെച്ച് കൊടുക്കുവാൻ അവരെ പ്രാപ്തരാക്കുകയാണ്. അവരത് ഭക്ഷിക്കുവാൻ അവരെ പ്രാപ്തരാക്കുകയാണ് യേശു ക്രിസ്തു ചെയ്യുന്നത്. ആ വലിയ സത്യം അവരെ മനസ്സിലാക്കുകയാണ്. അതിനുവേണ്ടി യേശു ക്രിസ്തു എന്തെല്ലാം ത്യാഗങ്ങളാണ് ചെയ്യുന്നത്. മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു, അത്ഭുതങ്ങൾ ചെയ്യുന്നു. അതെ, ഇനി താൻ ഒരു മൺകട്ടയെടുത്ത് ഇതെൻ്റെ ശരീരമാണെന്ന് പറഞ്ഞാൽ ശിഷ്യന്മാർ തിരിച്ചു ചോദിക്കാതെ വണ്ണം അവർ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയായിരുന്നു യേശു ക്രിസ്തു. അതിനുശേഷമാണ് പലപ്പോഴും എൻ്റെ ശരീരം ഭക്ഷിക്കണമെന്നും എൻ്റെ രക്തം കുടിക്കണമെന്നും ഒക്കെ പറഞ്ഞ് അവരെ അതേ ആ വലിയ കൂട്ടായ്മയിലേക്ക് കൂട്ടിച്ചേർക്കുകയായിരുന്നു. നമുക്കറിയാം, തിരുവത്താഴത്തിൻ്റെ സമയത്ത് തൻ്റെ ശരീരമായിട്ട് അപ്പത്തെ എടുത്ത് നുറുക്കി അവർക്ക് കൊടുക്കുമ്പോൾ ഇതെങ്ങനെ നിൻ്റെ ശരീരമാകുന്നു എന്ന് ആരും ചോദിച്ചില്ല. യൂദാസ് ഇസ്കറിയോത്ത ചോദിച്ചില്ല, ആരും ചോദിച്ചില്ല. ഇതെൻ്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞ് വീഞ്ഞ് പകർന്ന് അവർക്ക് കൊടുക്കുമ്പോൾ ഇതെങ്ങനെ ആയി എന്ന് അവർ ചോദിക്കുന്നില്ല. കാരണം അവർക്കറിയാമായിരുന്നു തങ്ങളുടെ ഗുരു പറയുന്നത് അപ്രകാരം സംഭവിക്കുമെന്ന്. അതുകൊണ്ട് പ്രിയരെ, ദൈവമക്കളെ, ആ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ ഓരോ കുർബാനയിലും നമുക്ക് ലഭിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ജീവനുണ്ടാകാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അവസാന നാളിൽ ഞാൻ നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നും നിങ്ങൾക്ക് നിത്യജീവൻ തരുമെന്നും എല്ലാം വാഗ്ദത്തം ചെയ്ത ആ വലിയ ജീവിതാനുഭവത്തിൽ എത്തിച്ചേരുവാൻ ഈ വചനങ്ങൾ നമ്മെ സഹായിക്കട്ടെ. അതിന് നമുക്ക് നമ്മെ തന്നെ ദൈവങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ക്രൂശെ നോക്കി ജീവിക്കുവാൻ ഇടയായിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ.